നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങാറുള്ള ഈ മുറുക്കുണ്ടല്ലോ, എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലോ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാണേ. അടിപൊളിയായിട്ട് കറുമുറുന്നിരിക്കുന്ന നമ്മുടെ റിങ് മുറുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പോളം റവ എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1/4 കപ്പേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ 1 കപ്പ് തികച്ചുണ്ടെങ്കിൽ 1 കപ്പ് റവ എടുത്തോളൂ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തോന്നും അയ്യോ വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയം തോന്നും. ഇല്ല, ഇത് നമുക്കിനി ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കണം. ആ ചൂടിൽ ഈ റവ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിക്കോട്ടെ. അതിനായിട്ടാണ് 10 മിനിറ്റ് സമയം കൊടുക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കട്ടയായിട്ടിരിക്കുന്ന റവയായിരിക്കും കാണുക. ആദ്യത്തെ നമ്മുടെ ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇതാ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടാണ് ഈ റവ ഇരിക്കുന്നത്. ഇത് മുഴുവനായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മുഴുവനായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങുന്ന പത്തിരി ഇടിയപ്പം പൊടിയുണ്ടല്ലോ, പുട്ടുപൊടിയല്ല കേട്ടോ ചേർക്കുന്നത്. സാധാരണ തരിയൊന്നുമില്ലാത്ത നൈസായിട്ടുള്ള പൊടി കിട്ടുമല്ലോ, അതിപ്പോൾ നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചതായാലും കുഴപ്പമൊന്നുമില്ലേ. അതിന് 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/4 കപ്പ് റവ ചേർത്തത് കൊണ്ടാണ് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾ 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോൾ അതിനും കൂടി ഉപ്പ് വേണമല്ലോ. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ ചെറു ചൂടുവെള്ളം ഒഴിച്ചിതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കാം. പല പൊടികൾക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മുഴുവനായിട്ടും 2 തവണയായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. റവ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കുഴച്ചെടുക്കാൻ. നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. ഇതാ ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഇതുപോലെ കുഴച്ച് വരുമ്പോൾ മാവ് പിന്നെയും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വെള്ളം വീതം കുറേശ്ശെ ഒന്ന് തളിച്ച് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കാതെ വെള്ളം കുറേശ്ശെ തളിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെയും ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എല്ലാം ഒന്ന് നന്നായിട്ട് ആ മാവിലൊന്ന് പിടിച്ചോട്ടെ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ തുറന്ന് ഇതിൽ നിന്ന് കുറേശ്ശെ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ 2-3 ബോൾസ് ഉരുട്ടിയെടുക്കുന്നത്. 2-3 ബോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കൈ വെള്ളയിൽ വെച്ച് നന്നായിട്ട് ഇതിൽ പൊട്ടലൊന്നും ഇല്ലാതെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് 2 കൈയും കൊണ്ട് നന്നായിട്ട് ഈ മാവൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് നീളത്തിന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നീളത്തിനിങ്ങനെ കിട്ടും. പിന്നെ നമ്മൾ ഒന്നുകിൽ ചപ്പാത്തി പലകയിൽ ചെയ്യുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ചെയ്യുക. പക്ഷേ നമ്മൾ കൗണ്ടർ ടോപ്പിൽ എണ്ണയോ നെയ്യോ പൊടി ഇടുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വെറുതെ ഈ മാവ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഒരുപാടങ്ങ് കനം കൂടി പോകാനോ കനം കുറഞ്ഞു പോകാനോ പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിതിനെ എടുക്കാനായിട്ട്. ചിലപ്പോൾ സൈഡുകളൊക്കെ കുറച്ച് കനത്തിലായിരിക്കും ഉണ്ടാവുക. അത് കുറച്ചുകൂടി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇനി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പമുള്ള മുറുക്ക് വേണം അതിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരുപാടങ്ങ് വലുതാക്കുന്നില്ല. ചെറിയ കുട്ടി മുറുക്കുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോന്നും എടുത്ത് 2 സൈഡും യോജിപ്പിച്ച് കൊടുക്കണം. ഈ യോജിപ്പിച്ച് ഒട്ടിക്കുന്ന ഭാഗം നല്ലതുപോലെ ഒട്ടിച്ചെടുക്കണം. ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോയില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു
ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഒരുപാട് ദിവസങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മുറുക്ക് മുഴുവനായിട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കാം കേട്ടോ, പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മൾ ഉണ്ടാക്കിയത് മുഴുവനായിട്ടും ആ എണ്ണയിലേക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗത്ത് വീണ്ടും മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇട്ട ഉടനെ ഒന്നും ഇത് ഇളക്കാനേ പാടില്ല. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് സമയം കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ആദ്യമേ ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് അങ്ങ് തീ കൂട്ടിയും വെക്കേണ്ട, എന്നാൽ കുറച്ചും വെക്കേണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു ഗോൾഡ് കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. കോരിയെടുത്തതിന് ശേഷം കണ്ണുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ബാക്കിയുള്ള എണ്ണ കൂടി അങ്ങ് പോയി കിട്ടുമല്ലോ. രണ്ടാമത്തെ സെറ്റ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കയ്യിലേക്ക് എണ്ണ തെറിക്കാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ടേ. ഇതാ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുറുക്കിൻ്റെ ടേസ്റ്റേ അല്ല, അതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു മുറുക്കാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടുകൂടി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അവരിഷ്ടത്തോടെ കഴിച്ചോളും. കറുമുറുമൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എന്തായാലും കഴിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് മധുരമുള്ള പലഹാരങ്ങളെക്കാളും ഇഷ്ടം ഇങ്ങനെയുള്ള പലഹാരങ്ങളായിരിക്കും. അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി പലഹാരമാണ്. നമുക്ക് രാവിലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് പരിഗണിക്കാവുന്നതാണേ. കുറേ എണ്ണം ഇതുപോലെ റിങ് ആക്കി കഴിഞ്ഞപ്പോൾ എനിക്കും മടുപ്പായി. അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.